വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. നമസ്കാരം. ഇന്ന് പത്രമാധ്യമങ്ങളെ കാണുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. അതിൽ ജസ്റ്റ് കോണ്ടന്റ് ഓൾറെഡി നിങ്ങൾ കിട്ടിയോന്നറിയില്ല, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രമുഖ കലാകാരി അഭിനേത്രിയായ മരി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് കണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ആ ഫയലിംഗ് നടത്തിയത്. കാര്യം അന്ന് രാവിലെയാണ് ഹണി റോസ് നേരിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 1:15 ഹൈക്കോടതി കേസ് മെൻഷൻ ഇട്ട് കേസ് പരിഗണിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് ശ്രമിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടായതുകൊണ്ട് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. പക്ഷെ മെൻഷൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങൾ കൂടി അറിയാൻ ഉള്ള അവസരത്തിൽ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിലെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ശ്രമിക്കുന്നു. പ്രസ് റിലീസിന്റെ ഭാഗമായി 2-3 കാര്യങ്ങൾ വളരെ എഴുതി തയ്യാറാക്കി തന്നെ വരുന്നതിന്റെ കാര്യം ഏതെങ്കിലും ഒരു വാക്ക് തെറ്റായോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലോ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടാൽ അത് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ആദ്യത്തെ കാര്യം, ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഒരു നിലപാടും പോരാട്ടവുമാണ്. ഏത് കേസ് വന്നാലും അതിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. ഇതുവരെ സ്ത്രീജനങ്ങൾ തന്ന വലിയ പിന്തുണ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ഈ വിഷയത്തിൽ ഞാനൊക്കെ എടുത്ത നിലപാടിനോട് ഒപ്പമാണ് നിന്നത്. അത് വലിയൊരു കാര്യമാണ്. പുരുഷന്മാർ പൊതുവെ അങ്ങനെ പറയുന്നതിനപ്പുറം സ്ത്രീകളും കൂടി പറയുന്നത് വലിയ കാര്യമാണ്. അതിന് വലിയ നന്ദി അവരോട് പറയുന്നു. ഹണി റോസിനോടുള്ള ആദരവോടു കൂടിയുള്ള വിമർശനം, സോഷ്യൽ ഓഡിറ്റ്, ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളിൽ പെടുന്നതാണ്. നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധിയെയും മദർ തെരേസയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അടക്കം, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ അടക്കം എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പൊ ഹണി റോസിനെ മാത്രം അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ട്? ഹണി റോസിനെ അധിക്ഷേപിക്കരുത്, അപമാനിക്കരുത്, അസഭ്യവാക്കുകൾ പറയരുത്, ദ്വയാർത്ഥ വാക്കുകൾ പറയരുത്, വളരെ ശരിയാണ്. എന്നാൽ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? ഹണി റോസിനെതിരെ ബോച്ചയുടെ പരാമർശം, ദ്വയാർത്ഥ പ്രയോഗമുള്ള കുന്തി ദേവി എന്ന പരാമർശം തെറ്റാണെന്ന് ശക്തിയുക്തം ആദ്യം പറയുകയും അതിന് ബോച്ചെ അല്ലെങ്കിൽ ശ്രീ ബോബി ചെമ്മണ്ണൂർ മാപ്പ് ചോദിക്കണം എന്ന് എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഇത്രയും ഈ വിഷയത്തിലാണെങ്കിൽ തന്നെ ഹണി റോസിനും കുടുംബത്തിനും വിഷമമുണ്ടെന്നും അവർ പറഞ്ഞ വാക്കുകളൊക്കെ കടുപ്പമാണ്. എന്നിരുന്നാൽ പോലും ആത്മഹത്യയിലേക്ക് ഞാൻ തെളിയിടാൻ ശ്രമിക്കുന്നു ഒക്കെയാണ്. അതൊക്കെ വളരെ സീരിയസ് വാക്കുകളാണ്, എന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് വിഷമമുണ്ടെന്ന് കേട്ടതിൽ അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുന്നു, അവരുടെ കുടുംബത്തിന്റെ വിഷമത്തെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് മൗലിക അവകാശമായ ആർട്ടിക്കിൾ 19ന്റെ 2 പരിധിയിൽ വരുന്ന ഡീസൻസി എന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെയാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. ഹണി റോസിനെതിരെയുള്ള സൈബർ ബുള്ളിയും തികച്ചും തെറ്റാണ്. അത് നിയമ നടപടി എടുക്കേണ്ട കാര്യമാണ്. അതിനൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ ഫെയർ ക്രിറ്റിസിസം, മാന്യതയോടുകൂടിയുള്ള വിമർശനം, സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു വസ്തുതയാണ്. ഇനി ഹണി റോസ് പറഞ്ഞ 2-3 കാര്യങ്ങളിലൂടെ ചിലരെങ്കിലും ഒരു പക്ഷേ അത് കണ്ടു കാണണം. രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണി റോസിനെതിരെ പൊതുബോധം തിരിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഈ ഓർഗനൈസ്ഡ് ക്രൈം പോലെയുള്ള കടുപ്പമുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്ന് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ചിന്തിക്കണം. ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഗ്രാവിറ്റി ഉള്ള വാക്കുകളാണ്. അതായത് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോളിവുഡിലൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലത്ത് മാഫിയ നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മാഫിയയും മറ്റും പ്രവർത്തിക്കുന്നത് പോലെയാണ്. അല്ല, സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ വിമർശനമില്ലേ? ഇത് കേട്ടാത്തൊന്നും രാഹുൽ ഈശ്വറാണ് ആദ്യമായിട്ട് ഹണി റോസിനെ വിമർശിക്കുന്നത്. സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഏറ്റവും സഭ്യമായ രീതിയിൽ ഞാൻ മുമ്പോട്ട് വെച്ചതാണ്. 2, ആത്മഹത്യ അടക്കമുള്ള സീരിയസ് ആയ വാക്കുകൾ വളരെ ആലോചിച്ച് വേണം പറയണം, വളരെ ആലോചിച്ച് പറയണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. കാര്യം അതിലൊരു കാര്യം കൂടെയുണ്ട്. മുഖ്യമന്ത്രിയും മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചം ഒരുക്കുന്ന ഹണി റോസ് അബലയല്ല, പ്രിവിലേജ്ഡ് ആണ്, അതിശക്തയാണ് എന്ന് കൂടി മറക്കരുത്. അതായത് അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരുടെ പ്രശ്നം വളരെ ജനുവിനാണ്. അവർ ആ പ്രശ്നത്തിന്റെ പേരിൽ പരാതി കൊടുത്തു. കോച്ചെ പറഞ്ഞ വാക്ക് തെറ്റാണ്.
ഈ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്ന 99% മാധ്യമങ്ങളും അതിശക്തമായി ഹണി റോസിനെ ഡിഫെൻഡ് ചെയ്യുകയും ഹണി റോസിന്റെ പേരെടുത്താൽ പോലും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ബോച്ചയെ പോലെയുള്ള ഒരു കോടീശ്വരനായ മനുഷ്യനെ പോലീസുകാര് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഹണി റോസ് വ്യഥയിലേക്കും ഹണി റോസ് അബലയാണെന്നും അല്ലെങ്കിൽ ഹണി റോസിന് ഒറ്റപ്പെടലും ആത്മഹത്യയും ഒക്കെ പറയുന്നതിന്റെ ഒരു ന്യായം നിങ്ങൾ കൂടി ആലോചിച്ച് നോക്കണം. അപ്പൊ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസുകാരും എല്ലാം സംരക്ഷിത കവചവും സപ്പോർട്ട് കൊടുക്കുന്ന ഹണി റോസിനെ പോലുള്ള ഒരു പ്രിവിലേജ്ഡ് ആയ വ്യക്തി, ആ പോലീസുള്ള ഒരു വലിയ വരുന്നവരെ പ്രിവിലേജ്ഡ് ആണ്. നമ്മളെ പോലുള്ള പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ അത്തരം നെഗറ്റീവ് അല്ലെങ്കിൽ സൂയിസൈഡ് പോലുള്ള നെഗറ്റീവ് വാക്കുകളൊന്നും ഒരു കാരണവശാലും പറയരുത്. ഈ രണ്ട് ബോച്ചയെ കുറിച്ച് ഒരു കാര്യം, എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ബോച്ചെ. അദ്ദേഹം ചെയ്യുന്ന വലിയ സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യം മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഞാനാണ്. ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തെ ന്യായീകരിക്കരുത്. എന്നാൽ അതേപോലെ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ച ഇതേവരെ നമ്മുടെ നാടിന് ചെയ്ത, ജനങ്ങൾക്ക് ചെയ്ത വലിയ സേവനങ്ങളെ മറക്കരുത്. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാം ഈ കറുപ്പും വെളുപ്പുമായിട്ട് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബോച്ച ഇതേവരെ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം വെറും കവറാണ്, മുഖംമൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വിമർശിക്കുന്നുണ്ട്. ഇതിനൊരു ന്യായവുമില്ല. നേരെ മറിച്ച് ബോച്ച ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ, അതുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണ് എന്ന് പറയുന്നവരുണ്ട്. അതും തെറ്റാണ്. അപ്പം ബോച്ചെ ചെയ്ത അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായിട്ട് എടുക്കുകയും അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റിനെ ദ്വയാർത്ഥ പ്രയോഗത്തെ തെറ്റായി എടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ലേ? ഇന്നലെ അടക്കം എന്നെ 2-3 പേര് വിളിച്ചു പറഞ്ഞു, നമുക്ക് ബോച്ചയെ നാളെ അദ്ദേഹത്തിന് മുൻകൂട്ടി അവൻ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബോച്ചയെ മാലയിട്ട് സ്വീകരിക്കണമെന്ന്. ഞാനപ്പോ അവരോട് പറഞ്ഞു, ഒരു മലയാളി ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഒരുക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കേണ്ടത്. ബോച്ചയുടെ യാത്രയിൽ 14 ലക്ഷം പേർ ബ്ലഡ് കൊടുക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് അദ്ദേഹം ഒരുക്കുകയും ചെയ്തു. അപ്പോഴാണ് മാലയിട്ട് കൊടുക്കേണ്ടത്, അല്ലാതെ ദ്വയാർത്ഥ പ്രയോഗത്തിന് ജാമ്യം കിട്ടുമ്പോഴല്ല. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാകുന്നില്ല. അതായത് പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് ധരിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഒരു വശത്തും, ഈ സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ് പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷവാദികൾ മറുവശത്ത് നിൽക്കുക. അതായത് എങ്ങനെങ്കിലും പുരുഷൻ 2 ദിവസം ജയിലിൽ കിടന്നു, കുറച്ച് പുരുഷ വിരോധം ഉണ്ടെങ്കിൽ അത് പുരോഗമനമാണെന്നാണ് നമ്മുടെ ചില ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളുടെ ധാരണ. നേരെ തിരിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ധാരണ ഈ സ്ത്രീപക്ഷവാദികളെ എങ്ങനെങ്കിലും പ്രകോപിപ്പിക്കണം, അവരെ എങ്ങനെങ്കിലും നെഗറ്റീവ് എടുപ്പിക്കണം എന്നുള്ളതാണ്. എനിക്ക് ബോച്ചയെ വലിയ ഇഷ്ടത്തോടെയാണ് പറയുന്നത്. ബോച്ചയുടെ 1-2 പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വേൾഡ് റെക്കോർഡ് പരിപാടിക്ക് ഹോസ്റ്റ് ആയിരുന്നു. പക്ഷേ ബോച്ചെ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വന്നിട്ടൊന്നും അല്ലല്ലോ ബോച്ചയെ മാലയിട്ടുണ്ട്. അപ്പൊ ബോച്ചെ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിന് തെറ്റായി പോയി, അദ്ദേഹത്തിന്റെ തെറ്റാണെന്ന് അംഗീകരിക്കുന്നു. അദ്ദേഹം കോടതിയിൽ രാമപ്രസാദ് വഴി പറയുകയും ചെയ്തു, പൊതുസമൂഹത്തിൽ എങ്ങനെ പറഞ്ഞത് തെറ്റാണ്, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇവിടെ മാല ഇടാൻ ആഗ്രഹിക്കുന്ന ചിലർ ചുമ്മാ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ്. അതിനർത്ഥമില്ല. ബോച്ചയെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബോച്ചയുടെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം അത് തിരുത്തണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ബോച്ചയുടെ നല്ല കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം. ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിയ ഒരാളാണ് ബോച്ച, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ. ഒരുപാട് പേർക്ക് വീട്, ആരോഗ്യം, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താണ്. ആ നന്മയൊക്കെ മറന്ന് ഈ ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതി ശരിയല്ല. ഈ സാംസ്കാരിക സംവാദത്തിൽ സ്ത്രീ പുരുഷ ലൈംഗിക വ്യത്യാസങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ കാര്യങ്ങളും കൂടെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണം. ചില ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട്, പുരുഷന്മാരെങ്ങനെ ശരീരത്തിൽ വസ്ത്രം ചെയ്താൽ തെറ്റാണോ, അല്ലെങ്കിൽ പുരുഷന്മാർ ഇഷ്ടമുള്ള വസ്ത്രം ഇടുന്നില്ലേ? സ്ത്രീ പുരുഷ ശരീര ഘടന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മുടെ സാംസ്കാരിക ചർച്ചകളിൽ വരണം. അവസാനത്തിലേക്ക് പോകുമ്പോൾ ഈ ബാലൻസ് അല്ലെങ്കിൽ സന്തുലിതമായ മധ്യവർത്തി ഗാന്ധിയൻ നിലപാടുകൾ അത് ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് യാതൊരു കാരണവശാലും മടിയില്ല. കാരണം അത് ഈ സമൂഹത്തിന്റെ സാംസ്കാരിക ആരോഗ്യം, കൾച്ചറൽ ഹെൽത്തിന് ആവശ്യമാണ്. എന്റെ കയ്യില് ഗാന്ധിജിയെ പച്ച കുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ എന്റെ മനസ്സിലും ഗാന്ധിജിയെ പച്ച കുത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സംസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ബാലൻസിന് വേണ്ടി എടുക്കുന്ന നിലപാടുകളുടെ പേരിൽ ജയിലിൽ കിടക്കാനും എനിക്ക് മടിയില്ല. തിരുവനന്തപുരം പ്രശ്നം വരുന്നത് പറയുന്നതിന് എനിക്കൊരു സന്തോഷം. 2018 ഇവിടെ ഇറങ്ങുമ്പോഴാണ് പോലീസ് ആദ്യമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നത്. ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലം 5 തവണ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ ശരിയെന്നും സത്യമെന്നും വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ ജയിലിൽ പോകാൻ എനിക്ക് യാതൊരു മടിയില്ല. അതുകൊണ്ട് അത്തരം ഈ കേസ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് യാതൊരു അർത്ഥവുമില്ല. മുമ്പ് എടുത്ത നിലപാടുകൾ വിജയിച്ച ചരിത്രവുമാണുള്ളത്.
അതായത് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും എതിര് നിന്നിട്ടും ഈ നാട്ടിലെ ഭരണകൂടവും ഭരണ സംവിധാനവും എതിര് നിന്നിട്ടും ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അപ്പുറത്ത് എതിര് നിന്നിട്ടും 10,000 പോലീസുകാർ അപ്പുറത്ത് നിന്നിട്ടും വിശ്വാസത്തിന്റെ പാതയിലും സംസ്കാരത്തിന്റെ പാതയിലും ഞങ്ങൾക്ക് പോരാടി വിജയിക്കാൻ കഴിഞ്ഞത് പറയുന്ന സത്യമായതുകൊണ്ടാണ്. ഈ ഹണി റോസ് വിഷയത്തിൽ തന്നെ നോക്കിയാൽ മതി, 99% ആൾക്കാരും പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സത്യമാണെന്നറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് ഇരുട്ടാവും, ബാക്കിയുള്ളവർക്ക് ഇരുട്ടാവില്ല. അതുകൊണ്ട് ആ സത്യം സഭ്യമായ രീതിയിൽ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മുഖ്യമന്ത്രിയോടും കൂടെ ഒരു വാക്ക്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന കണ്ടു. ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആദരവോടെ ചോദിക്കാനുള്ളത്, ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ, സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലോ? ഈ കഴിഞ്ഞ ഡിസംബർ 12, 2024 കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും ഉണ്ട് എന്നൊരു വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി അർദ്ധസത്യവും വ്യാജ പരാതികളുടെയും പശ്ചാത്തലത്തിലാണ്. ഉദാഹരണം, എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു, അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തും. എനിക്ക് തോന്നുന്നില്ല ആരോ എഴുതി കൊടുക്കുന്നതാണ്. നമ്മൾ ഈ ഞാൻ വക്കീൽ കൂടി ആയതുകൊണ്ട് വക്കീൽ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. വക്കീൽ ഭാഷയിൽ ആരോ എഴുതി കൊടുക്കുകയാണ്. അതായത് കേസിനൊന്ന് ഗ്രാവിറ്റി കൂട്ടണം. ബോബി ചെമ്മണ്ണൂറിനെതിരെ ഈ വാക്ക് പറഞ്ഞതിനാണ് കേസെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നടക്കം പോലീസ് വീണ്ടും പറയുകയാണ് അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു. അപ്പൊ കേസിന്റെ ഗൗരവം കൂടിയല്ലോ. അതായത് 10 ക്യാമറകൾ മുമ്പിലുണ്ട്, 100-150 ആൾക്കാർ ഫ്രണ്ടിലുണ്ട്. അവിടെ വെച്ച് ആ പെൺകുട്ടിയെ കറക്കി, ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ തെറ്റാണ്, പക്ഷെ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എലിമെന്റ് കൂടെ കൊണ്ടുവരും. ശ്രീ സുരേഷ് ഗോപി, ശിവല എന്ന മാധ്യമ പ്രവർത്തക, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തോളിൽ കൈവച്ചത് 100% തെറ്റാണ്. അതിന് പരസ്യമായിട്ട് ശ്രീ സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്യും. പക്ഷെ അത് സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? കേസിന് കുറച്ച് ഗ്രാവിറ്റി കൂടും, കേസിന് കുറച്ച് പവർ കൂടും എന്ന് ഉദ്ദേശിച്ച. അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജ പരാതികളോ അർദ്ധസത്യ പരാതികളോ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും കൂടെ പ്രധാനമല്ലേ? ഒരു പശ്ചാത്തലത്തിൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാൽ, നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നത് എല്ലാവരും കണ്ടുക. നിവിൻ പോളിയുടെ ഉദാഹരണം എടുക്കുന്നത്, പോലീസ് അത് അന്വേഷിച്ച് വ്യാജ പരാതിയാണെന്ന് കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചത് നിങ്ങൾ എല്ലാവരും പക്ഷേ കണ്ടുക. അതായത് നിവിൻ പോളി കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി 2 ദിവസം ഇവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ കേസ് കൊടുത്തത്. ഞാൻ അടക്കം മുഖ്യധാരാ ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറച്ചു വന്നെന്ന് ആ സ്ത്രീ പറയുകയാണ്, നിവിൻ പോളി ഇവരെ റേപ്പ് ചെയ്തു. നിങ്ങൾ എല്ലാം കേട്ട് കാണും. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു, അതിന് തെളിവുണ്ട്, അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, അതിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് മറ്റുമുണ്ട്. ഇത് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞെന്താ അറിയാമോ? ഞാൻ ഉറക്കപ്പിച്ചിന് ഡേറ്റ് മാറ്റി പറഞ്ഞാണ്. എല്ലാവരും നിങ്ങൾ കേട്ട് കാണും, ഉറക്കപ്പിച്ചിന്റെ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചല്ലോ. ആ വ്യക്തിക്കെതിരെ കേസ് എടുത്തു, ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുത്തു. അതെന്താ എടുക്കാതെ? നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹം പരാതി കൊടുക്കുകയും ചെയ്തല്ലോ. നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി നൽകിയെന്ന് പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചു. ഇനി ആരും തെളിയിക്കണ്ടല്ലോ, പോലീസ് ഓൾറെഡി കോടതി തെളിയിച്ചു. ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസ് എടുക്കാത്തത്? ആ പെൺകുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയത് എന്താ കേസ് എടുക്കാത്തത്? കുറച്ചുകൂടെ എല്ലാവരും ഓർക്കും ഉദാഹരണം പറയാം. ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതാണെന്ന് ഇന്ന് എല്ലാവർക്കും വ്യക്തമാണ്. കാര്യം കോടതി വിധിന്യായം അടക്കം വന്നു. ഉമ്മൻചാണ്ടി സാറിനെ 2-3 വർഷം നിരന്തരമായി വേട്ടയാടി. വ്യാജ പരാതിയാണ് തെളിഞ്ഞല്ലോ. സരിതയ്ക്കെതിരെ എന്താ കേസ് എടുക്കാത്തത്? വ്യാജ പരാതിയാണ്, ലീഗൽ റീകോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. എനിക്ക് സംശയമില്ല, കോടതി പറയുകയും ചെയ്തു. അപ്പം വ്യാജ പരാതി പറഞ്ഞ സരിതയ്ക്കെതിരെ എന്താ കേസ് എടുക്കാത്തത്? അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവതിര താരങ്ങളിൽ ഒന്നായ നിവിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ കേസെടുക്കാതെ
അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്ത് തരം നീതി ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിങ്ങളോടും കൂടി പറയുകയാണ്, ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനും അറിയണം. നാളെ നമുക്കെതിരെയും ഇതേപോലെ വ്യാജ പരാതി വന്നാൽ നമ്മുടെ കരിയർ, നമ്മുടെ ജോലി, നമ്മുടെ ശമ്പളം, നമ്മുടെ കുടുംബം, ഈ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പേര് പറയണത് ശരിയാണോ എന്നറിയില്ല, എന്നാലും ഒരു പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് 2-3 ജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോ എന്റെ കൂടെ വന്നിരിക്കുന്ന എന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന് ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുക്കുകയും അദ്ദേഹം അവസാനം കോടതി കുറ്റമൊക്കെ അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തെ അക്യൂസ്ഡ് അല്ലാതാക്കി ബെയിലൊക്കെ കൊടുത്തു. പക്ഷെ ഇന്നും പുള്ളിക്ക് ജോലിയും മറ്റും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ആ വ്യക്തിയെ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും കൂടി ഇരിക്കുന്നുണ്ട്. പണ്ട് ഞാനൊക്കെ പ്രസ് ക്ലബ്ബിൽ വന്നപ്പോൾ ഏറ്റവും ആദരവോടെ കണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. ഗൗരിദാസൻ നായർ സാർ എന്നായിരുന്നു പേര്. ദി ഹിന്ദുവിന്റെ ഏറ്റവും പ്രഗത്ഭനായ എഡിറ്റർ ഗൗരിദാസൻ സാർ വന്നാൽ താഴെ വന്നാൽ നമ്മൾ വെളിയടിച്ച് നിൽക്കുകയാണ്. നന്നായി ഇംഗ്ലീഷ് പറയുന്ന, നന്നായി മലയാളം പറയുന്ന, ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞിരുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോഗ് പോസ്റ്റ് ഈ പുള്ളിയുടെ പേര് പോലും വെക്കാതെ ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എഴുതി. അതിന്റെ താഴെ ആ വ്യക്തി പോലുമല്ല വേറൊരു വ്യക്തി വന്ന് ഇത് ഇദ്ദേഹമല്ലേ ഒരു പരാമർശമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ മാറി ദി ഹിന്ദു പോലുള്ള ഒരു പ്രമുഖമായ പത്രത്തിൽ അദ്ദേഹം പോയി. അദ്ദേഹത്തിനെതിരെ എന്നിട്ട് ഒരു പബ്ലിക് പരിപാടിക്ക് ഗസ്റ്റായി വിളിച്ചപ്പോൾ ഇവിടെ പ്രതിഷേധം ഉണ്ടായി. പുള്ളി കുറ്റക്കാരനാണോ തെറ്റുകാരനാണോ ഒന്നുമില്ല, പുള്ളിക്കെതിരെ അലിഗേഷൻസോ ഒന്നുമില്ല. പുള്ളിക്കെതിരെ പറയുന്നത് പോലും എന്താണെന്നറിയാമോ? അൺടുവേർഡ് സെക്ഷുവൽ അഡ്വാൻസ് നടത്തിയതാണ്. എന്താന്ന് പോലും അറിയില്ല, എന്താണ് വ്യക്തമായ കാര്യം. അൺടുവേർഡ് സെക്ഷുവൽ അഡ്വാൻസ്. ഒരു വ്യക്തിയുടെ ജീവിതവും ജന്മവും കരിയറാണ് പോകുന്നത്. എന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറയുന്നത് കൂടെ പറയാം. എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭ കാലത്ത് ഇതേപോലെ ഒരു വ്യാജ പരാതി വന്നിരുന്നു. അതായത് ശബരിമല പ്രക്ഷോഭം കത്തി നിൽക്കുന്ന കാലത്ത് ഫേസ്ബുക്കിൽ പേരില്ലാത്ത ഒരു പെൺകുട്ടി എഴുതി. ആ കുട്ടിയുടെ സുഹൃത്തിനോട് വേറൊരു പെൺകുട്ടി പറഞ്ഞു, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി അശ്ലീല ചിത്രങ്ങൾ കാണാൻ എന്നെ നിർബന്ധിച്ചു. അത് കേൾക്കുമ്പോൾ LLB പഠിച്ചവർക്കറിയാം അതൊരു സെക്ഷനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് പ്രത്യേകിച്ച് തെളിയിക്കേണ്ട, അതായത് വാച്ചിങ് മറ്റേ ഇമ്മോറൽ അല്ലെങ്കിൽ അൺഎത്തിക്കൽ പിക്ചേഴ്സ് ഒരു സെക്ഷനുണ്ട്. ഈ സെക്ഷനെ ഇൻവോക്ക് ചെയ്യാനും അട്രാക്ട് ചെയ്യാനും ആണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അതായത് എന്റെ വീട്ടിലൊക്കെ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കും. അതായത് എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആ കുട്ടിയെ കാണാൻ പ്രേരിപ്പിച്ചു എന്നാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ 8-10 പേര് എപ്പോഴും ഉണ്ട്. ഇനി അത് എത്ര വർഷം മുമ്പാണ് നടന്നത്? 18 വർഷം മുമ്പാണ് നടന്നത്. 2018 ആ കുട്ടി ആരോടും ഉന്നയിച്ചത് 18 വർഷം മുമ്പ്, അല്ലെങ്കിൽ അതായത് ഓൾമോസ്റ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ വ്യക്തി എന്നെ എങ്ങനെ കാണാൻ നിർബന്ധിച്ചു. പക്ഷേ എനിക്ക് അന്ന് ഏറ്റവും വലിയ സപ്പോർട്ടായി നിന്നത് എന്റെ മുത്തശ്ശിയും എന്റെ അമ്മയും എന്റെ ഭാര്യയുമാണ്. 84 വയസ്സുള്ള മുത്തശ്ശി ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ എറണാകുളത്ത് ട്രാവൽ ചെയ്തു വന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങളുടെ വീട്ടിലൊക്കെ 8-10 പേര് എപ്പോഴും കാണും. കാര്യം ഇത്രയധികം വലിയ വീടാണ്, ഒരുപാട് ആൾക്കാർ വരും. ഇത് പറയുന്നത് പച്ച കള്ളമാണ്. എനിക്ക് അന്ന് സന്തോഷമുള്ളത്, അന്ന് മാധ്യമ പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് നികേഷ് കുമാർ സാറിനെ പോലുള്ളവർ അതിശക്തമായി പുള്ളി എന്നോട് പറഞ്ഞു, രാഹുലിന്റെ നിലപാടെല്ലാം തെറ്റാണ്, ഈ യുവതികൾക്കെതിരെയുള്ള നിലപാടൊക്കെ തെറ്റാണ്. പക്ഷേ ഇങ്ങനെയല്ല, നമ്മൾ ഈ കരിവാരി തേച്ചുകൊണ്ടല്ല ഒരു വ്യക്തിയെ അധിക്ഷേപിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ നിലപാടിനെ നേരിടേണ്ടത്. അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോടുള്ള അഭ്യർത്ഥന, സെൻസേഷണൽ ന്യൂസ് കിട്ടുമ്പോൾ മറുഭാഗത്തെ പുരുഷൻ ഒരു മനുഷ്യനാണ് എന്ന് കൂടി ഓർക്കണം. മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷൻ ഒരു മനുഷ്യനാണ് എന്ന് കൂടി ഓർക്കണം. എല്ലാവർക്കും ഒരുപാട് കാശ് കൊടുത്ത് എപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ശ്രീ സിദ്ദിഖ് ആകട്ടെ, ശ്രീ വിജയബാബു ആകട്ടെ, ശ്രീ ഒമർ ലുലു ആകട്ടെ, എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ, ഒരുപാട് പേർക്ക് അങ്ങനെ പോരാടാൻ അവർക്കൊക്കെ കുറച്ച് ആവതും മറ്റും ഉള്ളതാണ്. അപ്പോ മാധ്യമങ്ങളുടെ വേട്ടയാടലിലും സമ്മർദ്ദത്തിലും കോടതി അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും മറ്റും ഇവരെ കുറ്റക്കാരായി ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ജീവിതവും ജോലിയും കുടുംബവും സാലറിയും സമ്പത്തും എല്ലാം ബാധിക്കപ്പെടും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ പൊതുബോധം പോലെ തന്നെ മാധ്യമബോധം എന്നൊരു കാര്യമുണ്ട്. ഈ മാധ്യമബോധം പലപ്പോഴും അമിതമായി ഫെമിനിസത്തിനും ഈ പൊതുബോധം കുടുംബ സംവിധാനത്തിനും അനുകൂലമാണ്. നമ്മുടെ സ്ത്രീജനങ്ങൾ പിന്തുണയ്ക്കാതെ ഞങ്ങൾ പുരുഷന്മാർക്ക് ഈ രീതിയിലുള്ള ഒരു തീവ്ര ഫെമിനിസ്റ്റ്, നല്ല ഫെമിനിസ്റ്റും അല്ല, തീവ്ര ഫെമിനിസ്റ്റ് അനീതികൾ മറികടക്കാനാവില്ല. സ്ത്രീകളെ മറയാക്കി സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് എന്ന മുഖംമൂടി ധരിച്ചാണ് പലപ്പോഴും ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ പുരുഷ വിരോധവും കുടുംബ വിരോധവും മുമ്പോട്ട് വെക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി സ്ത്രീകൾ പുരുഷന്മാരെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം നമ്മൾ തോറ്റുപോയാൽ ഈ സമൂഹവും സംസ്കാരവും നിലനിൽക്കില്ല. കുടുംബവും പുരുഷന്മാരും സഭ്യതയും സംസ്കാരവും
ഈ സമൂഹവും നിലനിൽക്കാൻ ഈ എക്സ്ട്രീം ലിബറലിസം അല്ലെങ്കിൽ എക്സ്ട്രീം ഫെമിനിസം യഥാർത്ഥത്തിൽ ഫൈറ്റ് ഈ തീവ്ര ഫെമിനിസത്തിനെതിരെയാണ്. ആ തീവ്ര ഫെമിനിസം നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുകയുള്ളൂ. അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ പുരുഷന്റെയും ഓരോ സ്ത്രീയുടെയും ഓരോ കുടുംബത്തിന്റെയും കടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. തെറ്റായ വാക്കുകളൊന്നും വന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്തെ 2 തവണ തോളിൽ കൈയിടാൻ പോയപ്പോൾ മാറിയതാണ്. അങ്ങനെയുള്ള ഒരു കാര്യം, എന്റെ ബോഡിയിൽ എന്റെ ഇഷ്ടമില്ലാതെ ഒരു പുരുഷൻ പിടിക്കുന്നത്, തൊടുന്നത് 100% തെറ്റാണ്. അതുകൊണ്ടാണ് ഷിബില ഐ ആം സോറി എന്ന് ആ വ്യക്തിയോട് അവര് വളരെയധികം സോറി എന്ന് സുരേഷ് ഗോപി അപ്പം തന്നെ പറഞ്ഞത് നല്ല മാതൃകയാണ്. പക്ഷെ അത് ഇത്രയും ഇതിനെക്കാട്ടി ക്യാമറ നിൽക്കുമ്പോ ഇത് സെക്ഷൽ അസോൾട്ട് ആണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായമുണ്ടോ? ഇങ്ങനെയാണ് ഉണ്ടാവും. 5 ഡയലോഗിന് വേണ്ടി സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറയാം. ഈ 12 ക്യാമറയുടെ മുമ്പിൽ വെച്ച് MP ആയ മന്ത്രിയായ ഒരു വ്യക്തി ഒരു സ്ത്രീയെ സെക്ഷൽ അസോൾട്ട് ചെയ്യൂ. അപ്പൊ പറഞ്ഞതിന്റെ 5 ഡയലോഗിൽ പറയാം. ഇത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ. ബോബി ചെമ്മണ്ണൂർ ഇനോഗ്രേഷന് കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ ഹണി റോസിന്റെ കയ്യിൽ തുടങ്ങുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല. പക്ഷെ അവിടെ ഇട്ട് ആ വ്യക്തിയെ ഇവിടെ എന്താ പറയുക ഒരു കറക്കുകയും മാല കാണിക്കുകയും ചെയ്തത് ഇവര് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഷെയർ ചെയ്തിട്ട് 5 മാസത്തിന് ശേഷം സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായമേ? നിങ്ങൾക്ക് 5 ഡയലോഗ് പറയാം, അതായത് യെസ് 5 ഡയലോഗ് പറയാം. പക്ഷെ അങ്ങനെ ആ സ്ത്രീ അങ്ങനെ ചെയ്ത സ്ത്രീ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തിൽ തൊടുന്ന ഒരു കാരണവശാലും യോജിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇത്രയും ക്യാമറയുടെയും ഇത്രയും പബ്ലിക്കായിട്ട് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയാമോ? ആ സെക്ഷൽ അസോൾട്ട് എന്ന വാക്ക് വേണം. ഇന്നലെ 1-2 മുഖ്യധാരാ ചാനൽ ഞാൻ പോയിരുന്നപ്പോ അവർ പറഞ്ഞു നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യുകയാണെന്നൊക്കെ. ഞാൻ പെട്ടെന്ന് ഞെട്ടി. സാറേ അതൊക്കെ ഇവിടെ നിന്ന് വന്നു. കാര്യം ആ റേപ്പ് എന്ന വാക്ക് എങ്ങനെയെങ്കിലും വേണം. വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. കാര്യം സ്ത്രീകൾക്ക് നേരെ വെർബൽ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു, വെർബൽ റേപ്പിസ്റ്റ് ആക്കുന്നു, കുറച്ച് കഴിഞ്ഞ് വെർബൽ മാറ്റുന്നു, റേപ്പിസ്റ്റ് മാത്രമാക്കുന്നു. ഞങ്ങൾ പരിഹാരം കഴിച്ച് ജീവിക്കുന്നൊക്കെ അല്ലേ ഈ അതൊക്കെ പൊതുയിടത്തിൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അനുഭവിച്ച വിദ്യയാണോ ഒരു പങ്കുവെച്ചത്? വേണം ഞാൻ പറയട്ടെ, ഒരു പ്രാവശ്യമല്ല തുടരെയുള്ള സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോകളെല്ലാം ഹണി റോസിനെ വളരെ മോശമാണ്. അദ്ദേഹം പല ദ്വയാർത്ഥങ്ങളും തൃശ്ശൂർ പൂരമടക്കമുള്ള ദ്വയാർത്ഥങ്ങൾ തെറ്റാണ്, 100% തെറ്റാണ്. ഇപ്പൊ നിങ്ങൾ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്, അത് മോശമാണ്. അത് ഒന്നാമത്തെ കാര്യം. നിങ്ങളും അയാൾ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയും. പല ഘട്ടങ്ങളിലായിട്ട് അയാൾ ഏത് വാക്കാണ് ഇന്ന വാക്ക് പ്രയോഗമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു, അത് തെറ്റാണെന്ന്. അതെ അങ്ങനല്ലേ? അല്ല ആ വാക്ക് തെറ്റാണ്. എനിക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാൻ ഞാൻ ഒരു വരിയിലൂടെ പറയാം. എനിക്ക് അല്ല ആ വാക്ക് തെറ്റാണെന്ന് എന്തുകൊണ്ടാ പറയണേ? ഇപ്പൊ ഉദാഹരണം വേണമെങ്കിൽ എനിക്കൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാനാണെങ്കിൽ ഞാൻ പറയാം. എനിക്ക് വേണമെങ്കിൽ ഞാൻ നന്നായി തർക്കിക്കുന്ന വ്യക്തിയാണ്. ഷഫാഖ് നാസ് എന്ന നടിയെ കുറിച്ചാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞു. ഷഫാഖ് നാസിനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. സ്റ്റാർ പ്ലസിൽ മഹാഭാരതം സീരിയലിൽ കുന്തി നടിയായി അഭിനയിച്ച വ്യക്തിയാണിത്. അവർക്കും അവർ സുന്ദരിയാണ്, അവരെക്കാളും സുന്ദരിയാണ് ഹണി റോസ്. അപ്പൊ അവരെ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. എന്നാൽ ന്യായീകരണ ക്യാപ്സ്യൂൾ കേരളത്തിൽ ആരും ഇറക്കിയില്ല. ബോച്ചയെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞത് എന്താണ്? ബോച്ചെ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാര്യം നാളെ ഈ പ്രയോഗം പോപ്പുലർ ആയാൽ നമ്മുടെ കോളേജിലും മറ്റും പഠിക്കുന്ന പയ്യന്മാര് കൂടുള്ള പെൺപിള്ളാരെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ് ശരീരഭാഗങ്ങളെയോ മറ്റും പറഞ്ഞ് അപമാനിക്കും, മോശമാക്കും. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൾച്ചർ ഇല്ലാതാക്കും. ഇതേപോലെ തന്നെ നമ്മുടെ കുമാരി ഹണി റോസോ അല്ലെങ്കിൽ ശ്രീമതി അമല പോളോ ഒക്കെ കോളേജിലൊക്കെ ഇനോഗ്രേഷൻ പോകുമ്പോൾ കോളേജിലാണ് പോകുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പോകുന്നത്, ഒരു പബ്ലിക് ഡെക്കോറമുള്ള സ്ഥലത്താണ് പോകുന്നത്. ആ സ്ഥലത്ത് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ മാന്യതയും മര്യാദയും വേണമെന്ന് പറയുന്നത്. അതായത് പബ്ബ് വേറെ പള്ളിക്കൂടം വേറെ. പബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ടല്ല നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്നത്. പള്ളിക്കൂടത്തിൽ പോകുന്ന ഡ്രസ് ഇട്ട് പബ്ബിൽ പോകണമെന്ന് ആരും പറയുന്നില്ല. ഏതെങ്കിലും ഒരു പബ്ബിലോ നൈറ്റ് ക്ലബിലോ അങ്ങനെ പോകുന്നതിന് യാതൊരു തെറ്റില്ല. പബ്ബിലോ നൈറ്റ് ക്ലബിലോ പോയി നമ്മുടെ കസവ് സാരി എടുത്ത് ഹാഫ് സാരി എടുത്ത് പോകണമെന്ന് ആരും പറയുന്നില്ലല്ലോ. പക്ഷേ അതേപോലെ ഞാൻ എന്തുകൊണ്ടാണ് ഒരു അഭിനേത്രിയുടെ കാര്യം കൂടെ പറഞ്ഞാൽ അതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ് സൂചിപ്പിക്കാനാണ്. കാര്യം ഹണി റോസിനെ ഞാൻ സ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്നു. ഹണി റോസിന് ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല, വളരെ ബഹുമാനത്തോടു കൂടി പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാർസ് ആണ് ഹണി റോസും. മറ്റേ തെലുങ്കില് നമ്മുടെ വീരസ്മരടിയിലും നന്ദമൂരി ബാലകൃഷ്ണനും ഒക്കെ നായികയായിട്ട് അഭിനയിച്ചാണ്. അതേപോലെ അമലാപോളും പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്. അമലാപോളിന്റെ വിഷയം നിങ്ങൾ കണ്ടു കാണും. എറണാകുളത്തെ പള്ളിയുടെ ഒക്കെ ഒരു കോളേജിൽ പള്ളിയിലച്ചന്മാരും വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്ന വേദിയിൽ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ്സും ഒരു മൈക്രോ മിനി സ്കേർട്ടും ഇട്ട് അവരവിടെ ചെല്ലുന്നത് ഒരു ഡെക്കോറത്തിന്റെ ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയാലോ.
ഇത് പക്ഷെ പറയുമ്പോൾ പ്രകോപിതാവും. അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ചാനൽ അതേപോലൊരു ആളെ അങ്ങനെ ഡ്രസ് ഇട്ടിട്ട് ഒരു വാർത്ത വായിപ്പിക്കും. ഏതെങ്കിലും ഒരു ചാനലിൽ അതേപോലത്തുള്ള ഡ്രസ് കോഡ് ഇട്ട ഒരു വ്യക്തി, ആ ഡ്രസ് കോഡ് ഒരു പ്രശ്നമല്ല, നൈറ്റ് ക്ലബിൽ പ്രശ്നമല്ല, പബ്ബിൽ പ്രശ്നമല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനലുകളിൽ അത്തരം ഡ്രസ് കോഡ് ഇട്ട് വരുന്ന ഒരു വ്യക്തിയെ എന്നാ നിങ്ങൾ വാർത്ത വായിക്കാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഡീസൻസി ഡെക്കോറും. ഇത് ആർക്കും അറിയാനിട്ടൊന്നുമല്ല, പക്ഷെ കണ്ണടച്ചിട്ടാക്കുക. കണ്ണടച്ചിട്ടാക്കിട്ട് തന്നെ പുരോഗമനം വിളിക്കാം. ശരിയാണ് രാഹുൽ പറയുന്നത്. അത് ബാക്കിയുള്ളവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ താങ്കളുടെ ശരിയാണ് പറയുന്നത്. താങ്കളുടെ ചാനൽ എടുത്തു, ഞാൻ പറയുന്നത് പറഞ്ഞോളൂ. അങ്ങനെയാണ് ചാനൽ എടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ സ്ഥാപനത്തിൽ എന്ത് ഡ്രസ് കോഡ് വേണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ എഡിറ്റോറിയൽ തീരുമാനമാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഈ ഡ്രസ് കോഡ് ഒരു മാന്യമായ ഡ്രസ് കോഡ് അല്ല, അല്ലെങ്കിൽ ഡെക്കോറത്തിന് ശരിയായ രീതിയല്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. അല്ല സാർ, എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ആ കാഴ്ചപ്പാട് താങ്കളുടെയും മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മുടെ ഒരു ചാനലിലും അത്തരം റിവീലിംഗ് ആയ ലോ നെക്കിലുള്ള ഒരു ഡ്രസ് ഇല്ലാത്തത്. നിങ്ങളുടെ കാഴ്ചപ്പാട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത്. വാദോരാതെ പറയുന്നത് ആവശ്യമില്ലാത്ത ഇടങ്ങളില് വെർബൽ റേപ്പും സെക്ഷൽ അസാൾട്ടൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അവരെ നിരന്തരം പോയ സമൂഹ മാധ്യമങ്ങൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോഴും ഞാൻ അവരങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയല്ല പറഞ്ഞത്, അയാൾ പിന്നെ സ്ഥാപിച്ചോണ്ടിരിക്കുന്നു. അല്ല അല്ല മാഡം, ബോച്ചെ പറയുന്നത് ശരിയല്ല എന്ന് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാ കേൾക്കാൻ പറ്റാത്തതെന്ന് അറിയാമോ? അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിമർശനം ഹണി റോസിലേക്ക് വരും. അതായത് ബോച്ചെ പറഞ്ഞത് ശരിയല്ല, ബോച്ചെ പറഞ്ഞത് തെറ്റാണ്, ബോച്ചെ മാപ്പ് ചോദിക്കണമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹണി റോസിലേക്ക് വിമർശനം വരും. അതുകൊണ്ട് ബോച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ബോച്ചയെ ന്യായീകരിക്കുക എന്ന് പറയുക. ന്യായീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ ശരിയാണെന്ന് പറയുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയും പറയുന്നതല്ലേ. പക്ഷെ ബോച്ച ചെയ്ത കാര്യത്തെ ഞാൻ എവിടെയും ന്യായീകരിച്ചില്ല, തെറ്റാന്ന് പറയുന്നത്. മീഡിയക്കാർക്ക് എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്? കേട്ട് കഴിഞ്ഞാൽ ഹണി റോസിന് നേരെയുള്ള സോഷ്യൽ ഓഡിറ്റ്, ഹണി റോസിന് നേരെയുള്ള വിമർശനം വരും. ആ വിമർശനം വന്നാൽ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം അതിന് അവർക്ക് ഗ്രൗണ്ട് ഇല്ല. അപ്പൊ നേരത്തെ ഞാൻ ചോദിക്കുകയുണ്ടായി, അമല പോൾ, ഞാൻ ഒരു ഹണി റോസിനെ മാത്രം പറയാതിരിക്കാനാണ് പറയുന്നത്, ഇനി വേറൊരു നടിയെ മോശമായി പറയാനല്ല. അമല പോൾ അന്ന് കോളേജിലിട്ട് വസ്ത്രമിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ ഈ കാലത്തിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ആങ്കറെ നിങ്ങൾ ഇരിക്കാൻ സമ്മതിക്കൂ? അപ്പൊ ഇത് പ്രശ്നം എന്താ അറിയാവോ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ്, ആരാന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ രസമാണ്. പക്ഷെ അത് സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനും അമ്മയെ നമുക്ക് കൊള്ളുള്ളൂ. അതായത് ബാക്കി ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞാൽ ഓക്കെ ഭയങ്കര പുരോഗമനവാദമാണെന്ന് പറയും. പക്ഷെ അത് നമ്മുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴേ കൊള്ളുള്ളൂ. ഇത് കൃത്യമായ ഒരു ഇരട്ടത്താപ്പാണ്. ഇതൊരു ഫെമിനിസ്റ്റ് ഇരട്ടത്താപ്പാണ്. ഒരാൾ ക്രൈമാണല്ലോ എന്തായാലും ദ്വയാർത്ഥ പ്രയോഗം നടത്തി, അത് ലൈംഗികമായി ലക്ഷ്യത്തോടു കൂടിയുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് പറയുന്നത് ക്രൈമാണ്. ആ ക്രൈമിൽ മാപ്പ് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പോരാ എന്ന് ആ ഇരയാക്കപ്പെട്ടവർ തീരുമാനിച്ചാൽ അവർ കേസിന് പോവുകയാണ്. ആ കേസിന് പോകുന്നു, അത് ആ നടപടി മുന്നോട്ട് പോകുന്നു. അത് എന്താണ് മാപ്പ് പറയണം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം പറഞ്ഞോട്ടെ. ഭാരതീയ ന്യായ സംഹിത 75-ാം വകുപ്പ് 4-ാം ഉപവകുപ്പ് പ്രകാരം സെക്ഷുവലി കളേർഡ് റിമാർക്സ്, ഇതാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ കേസ്. ആ കേസ് ഒരുപാട് നിലനിൽക്കില്ല എന്നറിയാവുന്ന നമ്മുടെ പോലീസുകാർ കുറച്ചുകൂടെ ഗ്രാവിറ്റിയും സ്പൈസും കൂട്ടാനായി ഇനി വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടുവരും. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മൊഴിയെടുപ്പൊക്കെ നടന്നു, മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നു. അതായത് കേസിന് ഗ്രാവിറ്റി വേണമല്ലോ, കേസിന് ഒരു ഗുണം വേണമല്ലോ, അത് കൊണ്ടുവരുന്നു. അപ്പോ ഈ വിഷയത്തെ, ഈ ബോച്ചെ പറഞ്ഞ തമാശ ഒരു സോഷ്യൽ റോങ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, സാമൂഹികമായി ശരിയല്ലാത്ത കാര്യമാണ്. പക്ഷേ ബോധപൂർവം ബോച്ചയെ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും കുറച്ചധികം ദിവസം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതിൽ കൈയടിക്കുന്നതും ആരാണ്? കാര്യം അങ്ങനെ ബോച്ചയെ ജയിലിൽ കിടന്നാൽ അവർക്ക് എന്തോ വിജയം കിട്ടിയെന്നും അവർ പറഞ്ഞ നിലപാട് വിജയിച്ചു എന്ന് കരുതുന്ന ഒരുപാട് പേർ. അതായത് ഇത് രഹസ്യമായിട്ടൊന്നുമില്ല കേട്ടോ, പരസ്യമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മുടെ മുഖ്യധാര ആങ്കർമാർ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നതിന് സന്തോഷം എടുക്കുക. ഇതിന്റെ മറുവശം എന്താ അറിയാമോ? എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണ് താല്പര്യം. ഇത് നിങ്ങൾ കൊടുക്കണമെന്നില്ല, കാരണം നിങ്ങളുടെ ചാനലിന്റെ ഇതേപോലെ തന്നെയാണ് മറുഭാഗത്ത് മാധ്യമങ്ങളെ ഇഷ്ടമില്ലാത്ത ചില ആൾക്കാർ ഡോക്ടർ അരുൺകുമാറിനെ ബോധപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കണ്ടോ പോക്സോ കേസ് വരെ എടുക്കണോ? കാര്യം എന്തുകൊണ്ടാ? ആ എല്ലാവർക്കും എല്ലാവരോടും ദേഷ്യം, എല്ലാവർക്കും എല്ലാവരെയും ഏറി കയറ്റണം, എല്ലാവർക്കും എല്ലാവരുടെയും ഏതെങ്കിലും ഒരു വാക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് വീഴുന്നതിനെ ചാടി പിടിച്ച് മോശക്കാരാണ്. ഈ മാധ്യമങ്ങളെല്ലാം കലോത്സവം കവർ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്ന് കൂടെ വിചാരിച്ചല്ലേ? നാളെ ഇതേ ഈ കലോത്സവ വേദികളിൽ നിന്ന് വിനീതും കാവ്യമാധവനും അല്ലെങ്കിൽ മഞ്ജു വാര്യരും നവ്യ നായരും ഒക്കെ ഉയർന്നു വരണമെന്ന് വിചാരിച്ചിട്ടല്ലേ?
അദ്ദേഹം ഒപ്പന പറഞ്ഞ ഒരു പെൺകുട്ടിയോട് തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു. അതിനെതിരെ ശിശു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു, പോക്സോ ഇടണമെന്ന് പറയുന്നു. എന്തിനാണ്? കാര്യം എല്ലാവർക്കും എല്ലാരെയും ഏറിലാണ്. ഏതെങ്കിലും ഒരു വാക്ക് തമാശ പറഞ്ഞല്ലേ സാർ? ആരെങ്കിലും മനഃപൂർവ്വം മോശമായി പറയുന്നതാണ്. എന്തുകൊണ്ടാ ഇതെന്താ പറയണെന്നറിയാം? ഇത് എന്തുകൊണ്ടാ പറയുന്നത്? കാര്യം ഇതിനെ ബോച്ചയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുന്നല്ലേ. ബോച്ചയും ദ്വയാർത്ഥം, ഡോക്ടർ അരുൺകുമാറും ദ്വയാർത്ഥം. എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം? ഇനി അദ്ദേഹം അത് പറയില്ല, ശരിയായില്ലെന്നിരിക്കട്ടെ, ബാലാവകാശ കമ്മീഷൻ ശാസ്ത്രം നൽകി വിടട്ടെ. ഡോക്ടർ അരുൺകുമാറിനെ പോലെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ശരിയായില്ല. ഈ കേസെടുത്ത് പേടിപ്പിക്കുന്നത് പറയുന്നത് എന്താ അർത്ഥത്തിലാണ്? ഈ കേസിൽ ആരെങ്കിലും പരാതി പറഞ്ഞോ? ബാലാവകാശ കമ്മീഷൻ സ്വയം കേസെടുത്തല്ലേ? എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അങ്ങനെ കാണുന്ന അവകാശമൊക്കെ ഈ നാട്ടിൽ രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെതിരെ ആരെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ? ഈ പറയുന്നതല്ല, പറയുന്നത് വലിയ തത്വമാണ്. ഇന്നലെ ഞാൻ ആളുടെ അല്ല, ഒരു പ്രമുഖ ഡിജിറ്റൽ മീഡിയ ഒരാളെ വിളിച്ചു. നമുക്ക് പുള്ളിയെ സന്തോഷത്തോടാണല്ലേ ഇന്നലെ ഞാൻ നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്. എന്ത് പറ്റി? ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ, തിരിച്ചാഞ്ഞടിക്കാൻ ഒരു അവസരമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായ ഉണ്ടോ? ഇത് ആശയപരമായി ഞങ്ങള് പരസ്പരം അടിയാണ് സ്ഥിരം. അരുണിന്റെ പേര് അരുണെന്നും എന്റെ പേര് രാഹുൽ എന്നുമാണെന്ന് ഒഴിച്ച് ഒരു കാരണത്തിൽ എനിക്ക് യോജിപ്പില്ല. പുള്ളി ലെഫ്റ്റ് ലിബറലാണ്, ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് ആണ്. പക്ഷേ കിട്ടുന്ന അവസരത്തിൽ പോക്സോ പോലുള്ള ഇനി പോക്സോ അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, മുമ്പ് നമ്മുടെ ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള സ്ത്രീകൾക്കെതിരെ വരെ ചോദിച്ചിട്ടില്ലേ? ഇതൊക്കെ ആൾക്കാരെ ഹരാസ് ചെയ്യാനും പേടിപ്പിക്കാനുള്ള തന്ത്രമാണ്. നിങ്ങൾക്കറിയില്ലേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നാളെ നിങ്ങളുടെ വായിൽ നിന്നും ഇതേപോലെ ഏതെങ്കിലും ഒരു വാക്ക് വന്നാൽ ഇത് തന്നെയാണ് ബാക്കിയുള്ളവർ ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടിയാണ് പോരാട്ടം. പറയുന്നതിന് സ്വയം ഒരു ഉടുപ്പ് വേണ്ടി. ബോച്ചയെ പറയുന്നത് തെറ്റാണ് എന്ന് പലതവണ പക്ഷേ ഒരു മിനിറ്റ് ആവശ്യമുണ്ടായിരിക്കും. ബോച്ചയെ പറയുന്നത് തെറ്റാണെന്ന് അതിശക്തമായി തന്നെ ആദ്യം പറയുകയും അതൊരു റോങ് ആണ്, ക്രൈം അല്ല. അല്ലെങ്കിൽ ശ്രീ അരുൺകുമാറിന്റെ കാര്യം ഞാൻ സിനിമാകാരന്മാരുടെ പേര് പറയുന്നില്ല, കാര്യം ആ പ്രമുഖ ആൾക്കാരുടെ ചില ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് പേര് പറയുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയാം. ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള തമാശകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സിനിമകളിൽ കാശടക്കം മേടിച്ച് റെമ്യൂണറേഷൻ മേടിച്ച് അത് നിന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് കാലം മാറിയില്ലേ? 2 വർഷം മുമ്പുള്ള മോൺസ്റ്റേഴ്സിലൂടെ കാലം മാറിയ ഞാൻ പേര് പറയേണ്ടത് വിചാരിച്ചാണ് നിങ്ങൾ. അതായത് മോൺസ്റ്റേഴ്സ് പ്രമുഖമായ ഒരു നടൻ ഈ പ്രമുഖമായ നടിയോട് മോൺസ്റ്റർ സിനിമയിൽ അതിശക്തമായ രീതിയിൽ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയ ഇതേ സാഹചര്യത്തിൽ ഒരു പരാമർശവും കുറച്ചു കാലം മുമ്പുള്ള ഈ നഗരത്തിന്റെ പേരുള്ള ലോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേ അഭിനേത്രിയോട് ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ ദേവിയുടെ പേരല്ലാതെ കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആയി ഇത് തന്നെ പറയുന്ന സിനിമയിലെ ദ്വയാർത്ഥങ്ങളിൽ ഒക്കെ സന്തോഷപൂർവ്വം നിൽക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചറിഞ്ഞ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഒരു വരി കൂടി ഇത് പറയുമ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്യാൻ എന്ത് പറയുന്നറിയോ? അതൊക്കെ സിനിമയല്ലേ എന്ന്. ഈ മര്യാദ കുറച്ചു കാലം നമ്മൾ ഞാൻ ഒരു വരി കൂടി അല്ല മമ്മൂട്ടിയോട് കാണിച്ചില്ലല്ലോ. കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോത്തടക്കമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോ അന്ന് മമ്മൂട്ടിയുടെ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ, മമ്മൂട്ടിയുടെ സംവിധാനം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഇരട്ടത്താപ്പ് കാരണമാണ് ജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ താഴെ വരുന്ന കമന്റുകളിൽ 99% മാധ്യമങ്ങൾക്ക് എതിരാകുന്നത്. ഇത് കാരണമാണ്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ ഫോൺ ആ ദ്വയാർത്ഥ പ്രയോഗം പ്രൊമോട്ട് ചെയ്യാം. ആ ദ്വയാർത്ഥ പ്രയോഗം സെക്ഷലി കലർന്നതാക്കല്ലേ വേണം. ആ ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണോ വേണം? ആ ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണോ? അവർക്ക് ഓക്കെയാണെന്ന് വേണ്ടവർക്ക് ഓക്കെയാണല്ലേ? അവർക്ക് ഓക്കെയാകില്ല. അല്ല ഒരു സെക്കൻഡ് സാർ, അവർക്ക് ഓക്കെയാകുന്ന ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണോ? ഇതിന്റെ പ്രശ്നം എന്താ? അതായത് ഹണി ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന പല എല്ലാവർക്കും അല്ല, ഹണി റോസിനെ വിമർശിക്കാൻ പോലും പാടില്ല. പക്ഷെ ബോച്ചയെ പരമാവധി വേട്ടയാണ്. ഹണി റോസ് അതായത് ബോച്ചെ പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിക്കാം. പക്ഷെ ഹണി റോസിന് മിതത്വം വേണമെന്നുള്ള വാദഗതി പറഞ്ഞാൽ ഒരു പുരോഗമന ആകാശവും തകർന്നു വീഴാൻ പോകില്ല. ഇതൊരു കപട പുരോഗമനവാദമാണ്. അതായത് കപട സദാചാരവാദം ഉള്ളതുപോലെ ഈ കപട പുരോഗമനവാദം കാരണമാണ് ആണുങ്ങളെ നിയന്ത്രണം ടാർഗറ്റ് ചെയ്തത്. ഒരു പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഞാൻ ചാനലിന്റെ പേര് പറയാമെങ്കിൽ മിനിഞ്ഞാന്ന് ഫ്ലവേഴ്സ് ന്യൂസ് 24 നിന്നപ്പോൾ കോൺഗ്രസ് എന്നതിന്റെ പ്രവർത്തകയായ വീഡിയോയോട് നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്തത് തെറ്റാണ്, ആ സ്ത്രീക്കെതിരെ നടപടി എടുക്കാമെന്ന് ചോദിച്ചു. ഒരു പൊസിഷന് കമ്മിറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? പറഞ്ഞാൽ സ്ത്രീപക്ഷവാദി അല്ലാതായി പോകും.
പറഞ്ഞാൽ പുരോഗമനവാദി അല്ലാതായി പോകും, പറഞ്ഞാൽ ലിബറൽ അല്ലാതായി പോകും. സത്യം പറയുന്നതാണ് സാർ പ്രധാനം. ഞാൻ ലിബറൽ അല്ല, പുരോഗമനവാദി അല്ല, ഫെമിനിസ്റ്റും അല്ല, മൂന്നുപേരെ എതിർക്കുന്നവരാണ്. പക്ഷേ സത്യമൊന്നൊരു കാര്യമില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾ കൊടുക്കണമെന്ന് പോലുമില്ല, പക്ഷെ നിങ്ങൾ സ്വയം ആലോചിക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നമില്ലേ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ കണ്ണടച്ചിട്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കള്ള പറയുക. കാരണം എന്റെ ബോധ്യമല്ലേ എനിക്ക് പറയാൻ പറ്റും, എന്റെ ബോധ്യമല്ലേ എനിക്ക് പറയാൻ പറ്റും. ഹണി റോസിനെതിരെ വ്യാപകമായ വിമർശനമുണ്ട്. കേരളം മുഴുവൻ അവർക്കെതിരെ തിരിയുന്നു അവർക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് മാത്രമല്ലല്ലോ. അതായത് നിങ്ങൾ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക. ഒരു സൈഡിൽ മുഖ്യമന്ത്രി, ഒരു സൈഡിൽ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും, ഒരു സൈഡിൽ പോലീസ് കേസിന്റെ പേടിപ്പെടുത്തൽ. അതായത് ഹണി റോസിനെതിരെ കമന്റ് ഇട്ട പലർക്കെതിരെ ഒരു കേസ് ശ്രദ്ധിക്കുക. ഇത്രയും ഉണ്ടായിട്ടും രാഹുൽ ഈശ്വർ എന്ന ഒറ്റ വ്യക്തി പറയുന്ന വാക്കുകൾക്കും വിമർശനത്തിനും ഇത്ര പ്രാധാന്യവും സ്വീകാര്യതയും കിട്ടുന്നത് ഈ മുഖ്യമന്ത്രിയും പോലീസും മാധ്യമങ്ങളും അല്ല. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന ബോധ്യം കേരള സമൂഹത്തിനുള്ളതുകൊണ്ട് നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴെ നോക്കിയാൽ അതിലെ ഒരു ചാനലിന്റെ ഇത് ഫ്ലവേഴ്സ് ന്യൂസ് 24 ആണ് ടോപ്പ് ഇന്ത്യയിൽ, അതായത് കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്പർ 1 ട്രെൻഡിങ് ആയി. അതിന്റെ താഴെയുള്ള 10,000 കമന്റ് എടുത്ത് നോക്കുക. ഒന്നോ രണ്ടോ കമന്റ് ഒഴിച്ച് 99.99% ഇതിനെ അംഗീകരിക്കലാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കല്ലേ ഇരുട്ടാവും, നാട്ടുകാർക്ക് ഇരുട്ടാവൂ. നമ്മളെ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവും, നാട്ടുകാർക്ക് ഇരുട്ടാവും. ഇനി ഒരു കാര്യം കൂടെ, ഇതിനർത്ഥം ഞാൻ ഫ്ലോ ഒന്നും ഇല്ലാത്തതൊന്നല്ല. ഞാൻ പല ചാനലിലും പറഞ്ഞു, എനിക്ക് പറ്റിയ ഓണസ്റ്റ് ആയ ഒരു തെറ്റും കൂടെ ഞാൻ പറഞ്ഞു. നേരെന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ നേരിൽ ഒരു ചർച്ചാ സീനിൽ അഭിനയിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് മിനിമാൻ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. അതിജീവിത എന്ന വാക്കിന്റെ കൂടെ ഞാൻ പറഞ്ഞുകൂടാത്ത പ്രാസം ഒപ്പിച്ച് മറ്റൊരു വാക്ക് ഒരു 5 ഡയലോഗിന് വേണ്ടി ഞാൻ പറഞ്ഞു. ചർച്ച ഓർഗാനിക് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ചർച്ച വെച്ചതാണ്. ആ വാക്ക് തികച്ചും തെറ്റാണ്. എന്നോട് അവിടെ ഞാനും മിനിമാഡോ എന്നും അടിയാണ്. മിനിമാഡോ എന്നോട് പറഞ്ഞു രാഹുൽ ഈശ്വർ ആ വാക്ക് ഉപയോഗിക്കുന്നത്, ആ വാക്ക് ശരിയല്ല. അപ്പോൾ ആന്റണി പെരുമ്പാവൂരടക്കമുള്ള സെറ്റിലെ ആൾക്കാരുണ്ട്, അവർ പറഞ്ഞു ശരിയല്ല, കറക്റ്റാണ് മാഡം, ആ പറഞ്ഞത് പോയിട്ടുണ്ട്. കാര്യം ആ ഒരു വാക്ക് പോപ്പുലറൈസ് ആയാൽ ആ വാക്ക് വ്യാപകമായി എല്ലാ സ്ത്രീകൾക്കെതിരെയും മിസ്യൂസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നാളെ ജെനുവിൻലി പരാതി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടും. ആ വാക്ക് അതിനുശേഷം ഇന്ന് ഞാൻ അതിനുശേഷം ജീവിതത്തിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ കാരണം നമുക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം. പക്ഷേ ഇതിന് 3 വർഷം ബോച്ചയെ ജയിലിലിടണം എന്നൊരു നിർബന്ധമൊക്കെ ഹണി റോസ് പിടിക്കുന്നത്. ഇതിന് 3 വർഷം പരമാവധി കുടുക്കി പരമാവധി ജയിലിലിട്ട് ടാർഗറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത്. സോഷ്യൽ റോങ്ങിനെ സോഷ്യൽ റോങ് ആയി കാണണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും ബോച്ചയ്ക്കെതിരെ മറ്റൊരു കോൺടെക്സ്റ്റിലാണെങ്കിലും ഉദ്ദേശശുദ്ധിയെ നന്നായിട്ട് പോയ ഡോക്ടർ അരുൺകുമാറിനാണെങ്കിൽ ബോച്ചയ്ക്ക് അത്യാവശ്യം ആൾക്കാരെ കൈയിടിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊന്ന് സെക്ഷലി ടിറ്റിലേറ്റ് ചെയ്ത് ആൾക്കാരൊന്ന് കൈയിടിക്കട്ടെ, ആൾക്കാരെല്ലാം ഒന്ന് കൂകി വിളിക്കട്ടെ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ് പറഞ്ഞത്. ഇതൊന്നുമില്ലാതെ തമാശയ്ക്ക് ചാനലിൽ ഡോക്ടർ അരുൺകുമാറിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ആരാണെങ്കിലും ഇവരല്ലെങ്കിൽ നാളെ ഞാൻ ഏതെങ്കിലും ഒരു പരാമർശം പറഞ്ഞാലോ ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പുരോഗമനവാദം, ആണുങ്ങളെ ജയിലിൽ ഇടുന്നതാണ് പുരോഗമനവാദം. സ്ത്രീപക്ഷ സമീപനം എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പെൺകുട്ടിയെ നോട്ടവും വാക്കും കൊണ്ടോ പെണ്ണിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു. പണ്ട് നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ IG പറഞ്ഞതുപോലെ പെൺകുട്ടിയെ 14 സെക്കൻഡ് നോക്കി നിന്നാൽ കേസ് എടുക്കാൻ നോക്കൊണ്ടൊക്കെ ഇല്ലെന്ന് പുള്ളിക്ക് അറിയാം, ഇല്ലെന്ന് നമുക്കും അറിയാം. പക്ഷെ ഇത് പറയുന്നത് എന്തിനാണ്? നിങ്ങളുടെ കൈയിൽ ഇട്ടാനാണ്, നിങ്ങളുടെ പറഞ്ഞ മാധ്യമങ്ങളുടെ കൈയിൽ ഇട്ടാനാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയൂ, ഒരു പോലീസിന്റെ IGക്ക് വകുപ്പൊന്നും അറിയാത്തല്ലോ. ഒരു പെൺകുട്ടിയെ 14 സെക്കൻഡ് നോക്കി നിന്നാൽ ആ പയ്യനെതിരെ കേസ് എടുക്കാൻ വകുപ്പുണ്ടെന്ന് IG ആയ നമ്മുടെ കേരള പോലീസിലെ സിംഗമായ നമുക്ക് എല്ലാ ആരാധനയുള്ള ഋഷിരാജ് സിംഗ് സാർ പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ കൈയിടിക്ക് വേണ്ടിയാണ്. നിങ്ങൾ മീഡിയ ആക്കാനത് കൈയിടിക്കും. ഋഷിരാജ് സിംഗിനെ പെട്ടെന്ന് സിംഗമാക്കും. എ നൈറ്റ് ഇൻ ദി ഷൈനിങ് ആർമർ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ, അതായത് വെള്ളക്കുതിരയുടെ പുറത്തു വരുന്ന വേദനിക്കുന്ന സ്ത്രീയെ രക്ഷിക്കുന്ന ആ യോദ്ധാവായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ മാധ്യമങ്ങൾ കുറച്ചുകൂടി ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊണ്ടുവരണം. കുറച്ചുകൂടെ സെൻസ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത്. ഇതാണ് നമ്മുടെ ആൾക്കാരുടെ പൊതു ആറ്റിറ്റ്യൂഡ്. ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്തെന്ന് പറയുന്ന എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ്സ് ആണ്. അങ്ങനെയല്ല, ബോച്ചയ്ക്ക് തെറ്റ് പറ്റി, ആ തെറ്റ് അദ്ദേഹം ഏറ്റുവരണം. എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ, രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോച്ചയോട് ചോദിച്ചത് നിങ്ങൾ എല്ലാം കേട്ടുക. പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ഇത് ഹൈക്കോടതി ചോദിച്ചതാണ്. അപ്പോ ബോച്ച തന്നെ അല്ലെങ്കിൽ ശ്രീ ബോബി ചമ്മണ്ണൂർ തന്റെ അഡ്വക്കേറ്റുമായിട്ട് പറഞ്ഞു ശരിയാണ് സാർ, അത് തെറ്റാണ്, താൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. കോടതിയുടെ പോലും സമീപനം നോക്കൂ, രാഹുൽ ഈശ്വറിന് വേണ്ട, കോടതിയുടെ പോലും സമീപനം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് പരമാവധി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്താലാ സന്തോഷം. ഇത് കാണുന്ന ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ടത് ഇത് ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, നാളെ ഏതൊരു ആണിനെ കിട്ടിയാലും കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെന്ന്.
എന്ന ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഭരണകൂടം എടുക്കുന്നത്. ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണുങ്ങൾക്ക് ബാധകമാവും. നാളെ വ്യാജ പരാതിയോ അർത്ഥസത്യത്തിനുള്ള പരാതിയോ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ ഉള്ളിൽ പോവും. നിങ്ങൾ അടക്കമുള്ള നമ്മൾ അടക്കമുള്ള ആളുകൾ ഉള്ളിൽ പോവും. വേറെ ആരും കാണില്ല. കൂടെ നിൽക്കുന്നവരും തള്ളി പറയും. കാരണം കൂടെ നിൽക്കുന്നവരും തള്ളി പറഞ്ഞെങ്കിൽ അവർക്ക് പുരോഗമനവാദി പട്ടം കിട്ടില്ല. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൊളീഗുകൾ നാളെ നിങ്ങളെ തെളി പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സിൽ കാണും, ഞാൻ ഇവനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ മറ്റൊരു വിഷയം വരുമ്പോൾ ഇവന്റെ വിഷയത്തിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കും എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആലങ്കാരികമായി പറയാണ്. ഒരു വരി കൂടി പറഞ്ഞു സാർ, ഒരു വരി കൂടി പറഞ്ഞു എങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആണും ആലോചിക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള കുറച്ചുപേരെ നിങ്ങളോട് പോലും കാണും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബാക്കിയുള്ളവർ അവിടെയും അസ്പർശത കാണിക്കും, അൺടച്ചബിലിറ്റി കാണിക്കും. അവൻ പീഡകനായി, അവൻ പീഡകനായി, പോക്സോക്കാരനായി, അവൻ പെർവേർട്ടായി, റേപ്പിസ്റ്റായി, കൊച്ചു കുട്ടികളെ ചെയ്യുന്നവനായി, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി. ഈ അവസ്ഥയിൽ നിങ്ങൾ വരാതിരിക്കാൻ, ഞാൻ വരാതിരിക്കാൻ, എനിക്ക് 2 ആൺമക്കളാണ്, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ വരാതിരിക്കാൻ, ഈ നാട്ടിലെ പുരുഷന്മാർ വരാതിരിക്കാൻ നമ്മൾ നോക്കണം. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും പുരുഷൻ ജയിലിൽ പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് നിനക്ക് ആ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരും ഇല്ലേ എന്നാണ്. ഇത് ചോദിക്കാൻ നമ്മുടെ മീഡിയക്കാർ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ചോദിക്കാൻ ആ നിവിൻ പോളിയുടെ വ്യക്തിക്കെതിരെ, നിവിൻ പോളിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കാത്ത എന്താ പോലീസ് എന്നിവിടെ ഒരു മാധ്യമമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടോ? സാറേ കള്ളപ്പരാതി ആയിരുന്നില്ലേ, നിങ്ങൾ തെളിയിച്ചില്ലേ, പിന്നെ എന്താ ആ കൊച്ചിനെതിരെ കേസ് എടുക്കാത്തത്, അല്ലെങ്കിൽ ഒരു പരാതി ഇടാത്തത് ചോദിക്കാത്ത എന്താ? നിവിൻ പോളി എന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന സെലിബ്രിറ്റിക്കോ ഉമ്മൻചാണ്ടിക്കോ കിട്ടാത്ത എന്ത് നീതിയാണ് എനിക്കോ നിങ്ങൾക്കോ കിട്ടാൻ പോകുന്നത്? ഇത് ഇന്ന് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നാളെ തിരിഞ്ഞു കൊത്തുമെന്ന് മറക്കരുത്. ഇത് ഇന്ന് ഞാനും നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ തിരിഞ്ഞു കൊത്തുമെന്ന് മറക്കരുത്. നമ്മൾ ആരും തെറ്റിയോന്ന് അർത്ഥത്തിലല്ല, തെറ്റിയണമെന്നില്ലല്ലോ, വ്യാജ പരാതി വന്നാൽ പോലെ. നാളെ അങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ കൂടെ നിൽക്കുന്ന ആരും കാണില്ല എന്ന് ഓർക്കണമെന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പം വളരെ സന്തോഷം, താങ്ക് യു. ഇനി ഇത്രയും ശക്തമായി പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഉച്ചയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏതെങ്കിലും രീതിയിൽ ഇന്ന് വെള്ളിയാഴ്ച ഇട്ടിട്ടില്ലായിരുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുമോന്ന് അറിയില്ല. അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ നിലപാടുമായിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോകും. കാര്യം ഇത് വരും തലമുറകൾക്കുള്ള നിലപാടാണ്. ഏതെങ്കിലും സ്ത്രീജനങ്ങൾ ഇത് കേട്ട് അവർക്കെതിരെയുള്ള നിലപാടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് സ്ത്രീകൾക്കെതിരെയുള്ളതല്ല, തീവ്ര ഫെമിനിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ഇത് ജയിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിന്റെയും ആവശ്യമാണ്. ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ ഈ രാജ്യത്തിന് അപകടമാണ്. ഫെമിനാസി എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഞാൻ വേറൊരു വാക്ക് പറയുന്നില്ല. തീവ്ര ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാടിന് അപകടമാണ് എന്ന തിരിച്ചറിവ് വേണം. നമ്മുടെ കുടുംബ സംവിധാനങ്ങളും പുരുഷന്മാരും നിലനിൽക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കും, സ്ത്രീകളുടെ പിന്തുണ അർപ്പിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.